ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എക്സൽ മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൗണ്ട് ഫോർമുലാസാണ് പരിചയപ്പെടുന്നത്. അതിൽ കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, അങ്ങനെ 3 പ്രധാനപ്പെട്ട ഫോർമുലാസാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടീഷണൽ ഫോർമുലാസാണ് കൗണ്ടിൽ. കൗണ്ട് ഇഫ് എസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 3 പഠിക്കാം. കൗണ്ട് എയും കൗണ്ട് ബ്ലാങ്കും. ഇവിടെ നമുക്ക് കാണാം കൗണ്ട് അത് നമ്പേഴ്സാണ്. നമ്മളൊരു കോളത്തിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. നമുക്കൊരു കോളത്തിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ അങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞ് പോകില്ല. അങ്ങനെ കൗണ്ട് കണ്ടുപിടിക്കുക, എണ്ണം എത്ര ഉണ്ട്. അതിന് ഈസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് കൗണ്ട് ഫോർമുല. നമുക്കതെങ്ങനെ നോക്കാം. ഇതിൽ ഈ ബാച്ച് നമ്പർ എന്ന് പറയുന്ന എന്താ വെച്ചാൽ കൗണ്ട് എപ്പോഴും നമ്പേഴ്സ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ, ടെക്സ്റ്റ് കൗണ്ട് ചെയ്യില്ല എന്നർത്ഥം. അപ്പോൾ തന്ന ഒരു കോളത്തിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്പേഴ്സ് മാത്രമേ കൗണ്ട് ചെയ്യൂ. അതിനിടയ്ക്ക് ടെക്സ്റ്റ് വന്നാൽ ആ ടെക്സ്റ്റ് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ ബാച്ച് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൽ നമ്മൾ നോക്കിയാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് താഴേക്ക്. അപ്പോൾ അത് കൗണ്ട് ചെയ്യണമെങ്കിൽ ഈക്വൽ ടു കൗണ്ട്, ഡയറക്റ്റ് കൗണ്ട് അടിക്കുക. നിങ്ങൾക്ക് ആ കൗണ്ടിൻ്റെ എല്ലാ ഫോർമുലാസ് ലിസ്റ്റ് താഴെ വരും. നമ്മൾ കൗണ്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി എവിടെയാണോ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ബാച്ച് നമ്പറാണ് എന്ന് പറയുന്ന കോളാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്, ആ കോളം സെലക്ട് ചെയ്യുക. മൊത്തം താഴെ വരെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളതിൽ എത്ര കൗണ്ട് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. 31 നമ്പേഴ്സ് ഇതിലുണ്ട്. ഇതിലേതെങ്കിലും ഒരു നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അവിടെ കൗണ്ട് കുറയും. 30 ആയി കണ്ടല്ലേ. ഇതിന് പകരം ഏതെങ്കിലും ഒരു നമ്പർ മാറ്റി നമ്മൾ ടെക്സ്റ്റ് അടിക്കാതിരിക്കുക. അവിടെ ടെക്സ്റ്റ് ആണെങ്കിലും അത് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ ഒരു സെല്ലിൽ മാത്രം ടെക്സ്റ്റ് വന്നു, അപ്പോൾ ടെക്സ്റ്റ് കൗണ്ട് ചെയ്യില്ല, ബാക്കി നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനാണ് നമ്മൾ കൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമുല ഈക്വൽ ടു കൗണ്ട്, സ്റ്റാർട്ട് ബ്രാക്കറ്റ്, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതിലാണോ, ഏത് കോളത്തിലാണോ നമ്മൾ, കോളത്തിലാണെങ്കിൽ റോയിലോ ഏതാണ് കൗണ്ട് ചെയ്യുന്നത് വെച്ചാൽ ആ കോളം മൊത്തം സെലക്ട് ചെയ്യാം. അതിനാണ് നമ്മൾ സാധാരണ റേഞ്ച് എന്ന് പറയും. അപ്പോൾ റേഞ്ച് സെലക്ട് ചെയ്യുക. ഇവിടെ റേഞ്ച് വന്നിട്ടുള്ളത് D6 തൊട്ട് D36 വരെയാണ് ഇതുള്ളത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക, 31 കിട്ടും. ഇനി നിങ്ങൾക്ക് കൗണ്ട് ചെയ്യേണ്ടത് കാറ്റഗറി കോളത്തിലാണെങ്കിൽ, ഇതാണ് കാറ്റഗറി കോളം. കാറ്റഗറി കോളത്തിലാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ടു കൗണ്ട്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കാറ്റഗറി കോളത്തിൽ പോയിട്ട് സെലക്ട് ചെയ്യുക, കോളത്തിലുള്ള മൊത്തം എൻ്റർ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് 0 കിട്ടും. എന്ത് 0 കിട്ടാൻ കാരണം, കാറ്റഗറി കോളത്തിൽ എവിടെയും നമ്പർ വരുന്നില്ല, ഒക്കെ ടെക്സ്റ്റാണ്. അതുകൊണ്ട് അത് നമ്പറില്ല, അതിലൊന്നും ഒരു 0 നമ്പറാണ് അതിലുള്ളത്. ഇനി നിങ്ങൾ ഏതെങ്കിലും മാറ്റിയിട്ട് അതിലൊരു നമ്പർ അടിക്കുകയാണെങ്കിൽ അവിടെ 1 പറഞ്ഞിടും, കണ്ടില്ലേ. അപ്പോൾ കൗണ്ട് യൂസ് ചെയ്യുമ്പോഴെപ്പോഴും ഓർക്ക് അത് നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്യാനുള്ളതാണ്. ഇനി ഡെസ്പാച്ച്, ഇതാ ഈ ഒരു കോളം, ഈ കോളത്തിൽ പോയിട്ട് നമുക്ക് എത്ര എണ്ണം എൻട്രി ഉണ്ടെന്ന് നോക്കാം. കൗണ്ട്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോളം സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക, എൻ്റർ. അതിൽ 30 എണ്ണം ഉണ്ട്. 31 ബാച്ച് നമ്പർ നമുക്കിവിടെ കിട്ടിയിരുന്നു. ഇവിടെ പക്ഷേ 30 കിട്ടിയുള്ളൂ, കാരണം അവിടെ ഒരു ബ്ലാങ്ക് സെല്ലുണ്ട്. ഈ ബ്ലാങ്ക് സെല്ല് നമ്മൾ എന്തെങ്കിലും എൻ്റർ ചെയ്താൽ അത് 31 തന്നെയായി മാറും. ഓക്കെ, അതാണ് നമ്മൾ കൗണ്ട് ഫോർമുല. കൗണ്ട് ഫോർമുല എപ്പോഴും യൂസ് ചെയ്യുന്നത് കൗണ്ട് പിന്നെ റേഞ്ചാണ്. ഇവിടെ നമ്മൾ റേഞ്ച് എടുത്തത് C6 തൊട്ട് C36 വരെ. അടുത്തത് കൗണ്ട് എ ആണ്. കൗണ്ട് എ എപ്പോഴും ബ്ലാങ്ക് ഒഴിച്ച് ബാക്കി എന്തായാലും കൗണ്ട് ചെയ്യും, നമ്പറായാലും ടെക്സ്റ്റ് ആയാലും എന്തായാലും. അപ്പോൾ കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്പർ മാത്രമേ എടുക്കുള്ളൂ. കൗണ്ട് എ യൂസ് ചെയ്താൽ ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ല് ഒഴിച്ച് ബാക്കി എന്ത് എൻട്രി സെല്ലിലുണ്ടെങ്കിലും അത് കൗണ്ട് ചെയ്യും. നമ്മൾ നോക്കുക, ഈക്വൽ ടു കൗണ്ട് എ. എ മീൻസ് അത് ഓർത്താൽ മതി, എ ഓളാണ്.
എല്ലാം കൗണ്ട് ചെയ്യും, ബ്ലാങ്ക് ഒഴിച്ച് കൗണ്ട് ചെയ്യേ. ഈ ബാച്ച് നമ്പർ നമ്മൾ പോയി നോക്കാം. C6 തൊട്ട് 36 വരെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അല്ലേ, സെയിം തന്നെ കിട്ടും 31. കാരണം അത് മൊത്തം നമ്പർ ആയാലും എടുക്കും. ഇപ്പോൾ അതിൽ എവിടെയെങ്കിലും ടെക്സ്റ്റ് വന്നാലും അത് കൗണ്ട് ചെയ്യും. അപ്പോൾ അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ കാറ്റഗറിയിലാണെങ്കിൽ നമുക്ക് നേരത്തെ കാറ്റഗറി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കൗണ്ട് 0 കിട്ടിയത്. കാരണം അതിൽ നമ്പേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൗണ്ട് നമ്മൾ യൂസ് ചെയ്ത് നമ്പർ കൗണ്ട് ചെയ്യാനായിരുന്നു. ഇവിടെ നമ്മൾ കൗണ്ട് എ യൂസ് ചെയ്ത് നോക്കുക. കൗണ്ട് എ, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് കാറ്റഗറി കോളം സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 31. കാരണം അത് ഫുള്ള് ടെക്സ്റ്റാണ്. കാറ്റഗറി കോളം ഫുള്ള് ടെക്സ്റ്റ് ആയതുകൊണ്ട് ടെക്സ്റ്റ് കൊടുക്കും, അതിൽ നമ്പർ വന്നാൽ നമ്പർ കൊടുക്കും. കൗണ്ട് എ യൂസ് ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് 0 കിട്ടിയത്. ഫുള്ള് ടെക്സ്റ്റായി. ഇവിടെ ടെക്സ്റ്റ് ആയാലും നമ്പർ ആയാലും കൗണ്ട് ചെയ്ത് നമ്പർ തരും. സിമിലർലി ഇനി ഡെസ്പാച്ച് നോക്കിക്കുക. ഈക്വൽ ടു കൗണ്ട് എ, ഇതിൽ മുഴുവൻ ഡിജിറ്റ് ന്യൂമറിക്കൽസാണ്, നമ്പേഴ്സാണ്. കാരണം ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. ബ്ലാങ്ക് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കൗണ്ട് ചെയ്യും. ഇത് പിന്നെ ഇവിടെ ടെക്സ്റ്റ് ആയാലും പോലും ചേഞ്ച് ഒന്നും വരില്ല. അത് ടെക്സ്റ്റും നമ്പറും കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് കൗണ്ട് എ. ഓർക്ക് അത് എ ഉണ്ടെങ്കിൽ ഓൾ ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ നോൺ ബ്ലാങ്ക് ആയിട്ടുള്ള എല്ലാ സെൽസും കൗണ്ട് ചെയ്ത് തരും. ഈ അടുത്താണ് കൗണ്ട് ബ്ലാങ്ക്. അത് ആ പേരിൽ തന്നെ നമുക്കറിയാം, ബ്ലാങ്ക് കൗണ്ട് ചെയ്യാനുള്ളതാണ്. എത്ര സെൽസ് ബ്ലാങ്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സെലക്ട് ചെയ്ത കൗണ്ട് ബ്ലാങ്ക്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബാച്ച് നമ്പർ നമ്മൾ ആദ്യം ഇത് തന്നെ സെലക്ട് ചെയ്യാൻ C6 to C36. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, 0 കിട്ടും. എന്നുവെച്ചാൽ അതിലൊറ്റ എവിടെയും ബ്ലാങ്ക് ഇല്ല. ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു ബ്ലാങ്ക് ക്രിയേറ്റ് ചെയ്തു പോയാൽ ഒരു ബ്ലാങ്ക് കാണിക്കും. ഓക്കെ, സിമിലർലി അടുത്തതിലും നമ്മുടെ അടുത്ത കാറ്റഗറി കോളായിരുന്നു. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബ്ലാങ്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാറ്റഗറി കോളത്തിൽ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 0 ആണ്, അതിൽ ബ്ലാങ്ക് ഒന്നുമില്ല. ഇനി ഡെസ്പാച്ച് കോളത്തിൽ ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്, ഡെസ്പാച്ച് കോളം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാതെ വേറെ സെല്ല് പോയി സെലക്ട് ചെയ്തത്. അപ്പോൾ ആ സെല്ല് കൂടി അതിൽ ആഡ് ചെയ്ത് വരും, റേഞ്ച് മാറും. നമുക്ക് 1. ഇതിൽ നമുക്കൊരു ബ്ലാങ്ക് ഉണ്ട്, ഇതാണ്. ഈ ബ്ലാങ്ക് കളഞ്ഞാൽ അത് 0 ആവും. ഓക്കെ, ഞാൻ 3 ഫോർമുലാസ് കൗണ്ട് വെച്ചിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. അത് ഒരു പർട്ടിക്കുലർ കോളത്തിലോ അല്ലെങ്കിൽ റോയിലോ എത്ര എൻട്രി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു നമ്പർ എൻട്രി മാത്രമാണെങ്കിൽ, നമ്പറും ടെക്സ്റ്റും മിക്സ് ചെയ്ത് വന്നാൽ നമ്പർ മാത്രമാണെങ്കിൽ കൗണ്ട് യൂസ് ചെയ്യുക. നമ്പറും ടെക്സ്റ്റും ഒക്കെ കൂടിയിട്ടുള്ള എൻട്രി എത്ര വേണമെന്നുള്ളതിന് കൗണ്ട് എ യൂസ് ചെയ്യുക. അതിനിടയിൽ എവിടെയെങ്കിലും ബ്ലാങ്ക് ഉണ്ടോ നമ്മൾ ചിലപ്പോൾ മാനുവൽ എൻട്രിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ എൻട്രി ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കണമെങ്കിൽ കൗണ്ട് ബ്ലാങ്ക്. അപ്പോൾ നമുക്ക് നോക്കിയറിയാം എത്ര എണ്ണത്തിൽ ബ്ലാങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 3 ബേസിക് കൗണ്ട് കാൽക്കുലേഷൻസ്. ഇനി വരുന്നത് കണ്ടീഷണൽ കാൽക്കുലേഷനാണ്. കൗണ്ടിൽ തന്നെ കണ്ടീഷനാണ്. അത് നോക്കാം, കൗണ്ട് ഒരു ക്രൈറ്റീരിയ കൊടുത്ത് കൗണ്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ സെറ്റ് ഓഫ് ഈ ബാച്ച് നമ്പേഴ്സ് ഉള്ളതിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാറ്റഗറി ഉള്ളതിൽ അതിലൊരു പർട്ടിക്കുലർ കാറ്റഗറി മാത്രം പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എൻട്രി വന്നിട്ടുണ്ടെന്ന് അറിയണം. അതിൽ നമ്മളിപ്പോൾ ഈ മെഡിസിൻ കാറ്റഗറിയിൽ 30ഓളം എൻട്രി ഉണ്ട്, 31 എൻട്രി ഉണ്ട്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു 31 എൻട്രി ഉണ്ട്. ഈ 31 എൻട്രിയിൽ എത്ര ടാബ്ലറ്റ്സ് എൻട്രി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം. ടാബ്ലറ്റ് ഒരു പ്രാവശ്യം വന്നു, പിന്നെ വന്നത് ഇവിടെ വന്നു, അങ്ങനെ എത്ര എൻട്രി വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ, ഒരു പർട്ടിക്കുലർ
ഐറ്റം കൊടുത്ത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കണ്ടീഷൻ കൊടുക്കണം നമ്മൾ. ആ ഒരു പ്രത്യേക കണ്ടീഷൻ മാത്രം കൗണ്ട് ചെയ്തെടുക്കാൻ പറയണം. അതിനാണ് നമ്മൾ കൗണ്ട് ഈഫ് എന്ന് പറയാം. ഈക്വൽ ടു കൗണ്ട് ഈഫ്. ഇനി എന്ത് ചെയ്യണം? ആദ്യം റേഞ്ച് സെലക്ട് ചെയ്യണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് കോളത്തിൽ എത്ര, എവിടെ തൊട്ട് ഏത് വരെയാണ് നമ്മൾ അത് അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പോലെ കോളം മൊത്തം സെലക്ട് ചെയ്യുക, എൻട്രിയുള്ള കോളംസ് സെലക്ട് ചെയ്യുക, എവിടെ ഏത് സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ കൗണ്ട് പറയുന്നത്, ആ റേഞ്ച് എടുക്കുക. നെക്സ്റ്റ് എന്താണ് ക്രൈറ്റീരിയ, ഈ സെലക്ട് ചെയ്ത കോളത്തിൽ നമ്മൾ എന്താണ് നോക്കുന്നത് അത് നമ്മളിവിടെ എഴുതി വെച്ചിട്ട്, ഇവിടെ നമ്മൾ ഒരു സെല്ലിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ടേബിൾസ് തന്നെ ഉണ്ടെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. സെല്ല് സെലക്ട് ചെയ്യുക, കോൾ ക്ലോസ് ചെയ്യുക. 5 ടാബ്ലറ്റ്സ് ഉണ്ട് അതിൽ മൊത്തം. 1 2 3 4 5 എൻട്രി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ അതേ സെയിം സ്പെല്ലിംഗ് ഒക്കെ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. ഇനി ഇവിടെ നമ്മൾ ഫോമുല ഉപയോഗിക്കുന്നതല്ല, ഈ ടാബ്ലറ്റ്സ് കൊണ്ട് സെല്ലിൽ എൻട്രി ചെയ്തിട്ടില്ലായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കൗണ്ട് ഈഫ് എന്ന് പറഞ്ഞിട്ട് റേഞ്ച് സെലക്ട് ചെയ്യുക. ആദ്യം റേഞ്ച് സെലക്ട് ചെയ്തിട്ട് കോമ ഇടുക. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻവെർട്ടർ കോമാസ് കോട്ട് ഇട്ടിട്ട് അവിടെ അതേ സ്പെല്ലിംഗ് അടിച്ച് കൊടുത്താൽ മതി. ടാബ്ലറ്റ്സ് എസ് ഒക്കെ അതുപോലെ ഇടണം, ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ നമ്പർ കിട്ടും. അപ്പോൾ ഇത് രണ്ടാമത് ടൈപ്പ് ചെയ്തെടുക്കുന്നത് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമുക്ക് ഒരു സെല്ലിൽ ഇതാകുമ്പോൾ നമുക്ക് ക്ലിയർ ആവും എന്താണ് സാധനം എന്നത് ക്ലിയർ ആയിട്ട് കിട്ടും. അതുപോലെ ഇപ്പോൾ അതിൽ തന്നെ ടൂത്ത് പേസ്റ്റ് എത്ര ഉണ്ടെന്ന് പറയണമെങ്കിൽ കൗണ്ട് ഈഫ് സെല്ല് സെലക്ട് ചെയ്യാം. ഇത് നമുക്കറിയാം പിന്നെ E6 തൊട്ട് E36 വരെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അത്രയും റേഞ്ചിലാണ് നമ്മൾ എത്ര ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നത്. എൻ്റർ ചെയ്യുക 6. ഇനി ഈ റേഞ്ച് നമുക്ക് വേണമെങ്കിൽ മാനുവലി എൻ്റർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സ്കിൻ കെയർ എടുക്കാതിരിക്കുക, അത് റേഞ്ച് ഓർക്കുക E6 തൊട്ട് E36 വരെയാണ്. സ്കിൻ കെയർ എടുക്കുമ്പോൾ കൗണ്ട് ഈഫ്, ഇപ്പോൾ റേഞ്ച് അവിടെ പോയിട്ട് ഇവിടെ പോയി സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ E6 തൊട്ട് കൃത്യമായിട്ട് കൊടുക്കണമെന്ന് മാത്രം കോളം ഇടുക E36 കോമ എന്താണ് നോക്കേണ്ടത് സ്കിൻ കെയർ എൻ്റർ ചെയ്യുക 3 എണ്ണം, അങ്ങനെയും കിട്ടും. ഇനി ഈ സെലക്ട് ചെയ്ത റോ അറിയണമെങ്കിൽ നമ്മൾ ഫോമുലയിൽ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഏത് കോളാണെന്നറിയാം, ഏതൊക്കെയാണ് സെലക്ട് ചെയ്തതെന്നറിയാം. ഓക്കെ, ഇതാണ് സിംഗിൾ കണ്ടീഷൻ. ഒരു കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ടാബ്ലറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ കോളത്തിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കാം. 5 പ്രാവശ്യം ടാബ്ലറ്റ്സ് ഉണ്ട് അവിടെ. അതുപോലെ ഈ കോളത്തിൽ ടൂത്ത് പേസ്റ്റ് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് വെച്ചാൽ 6 ടൈംസ്. നമ്മൾ ഫോമുല യൂസ് ചെയ്യുന്നത് കൗണ്ട് ഈഫ് റേഞ്ച്, ഏത് കോളത്തിലാണ് നമ്മൾ അന്വേഷിക്കുന്നത് വെച്ചാൽ ആ കോളത്തിൻ്റെ റേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ 121 ഇവിടെ നോക്കിയാൽ ഡി അല്ല ഇ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? E36 ആണ്. ഇവിടെ നമ്മളെടുത്തത് നേരത്തെ സി അല്ല ഡി ആണ്. ഏത് കോളാണോ നമ്മൾ ചെയ്യുന്നത് അവിടെയാണ് നോക്കേണ്ടത്. ഓക്കെ, D36 D6 to D36. ഇവിടെ നമ്മൾ ബ്ലാങ്ക് എടുത്തതും ഡി എന്നായിരുന്നു, ഡി തൊട്ട് D36 വരെ. ഓക്കെ, ഇവിടെ ഇ തൊട്ട് E36 വരെ. അല്ല, ഇ തൊട്ട് E36 വരെ. ടൂത്ത് പേസ്റ്റ് ഇ തൊട്ട് E36 വരെ. ഇപ്പോഴും ഒരു അതായത് ടാബ്ലറ്റും ടൂത്ത് പേസ്റ്റും സ്കിൻ കെയർ ഈ സാധനങ്ങളൊക്കെ ഉള്ളത് ഒരു പർട്ടിക്കുലർ ഫിക്സഡ് കോളത്തിലാണ്. അതുകൊണ്ടാണ് സെയിം കോളം നമ്മൾ സെയിം റേഞ്ച് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഈ സ്കിൻ കെയർ എവിടെയാണുള്ളത് വെച്ചാൽ ആ കോളാണ് നമ്മൾ ആ റേഞ്ചായിട്ട് എടുക്കുന്നത്. ഇവിടെ പോയാൽ ഈ ടാബ്ലറ്റിൽ ഇവിടെ കൗണ്ട് ഈഫ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രൈറ്റീരിയ ആണ്. കൗണ്ട് ഈഫ് എസ് ആണത്. കൗണ്ട് ഈഫ് എസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിളാണ്, പ്ലൂറൽ, മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ആണ്. ഇവിടെ നമ്മൾ കൊടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരെണ്ണമായിരുന്നു. എത്ര ടാബ്ലറ്റ് ഉണ്ടെന്നാണ് അതിനോട് ചോദിച്ചത്. ഇവിടെ വരുമ്പോൾ ആ ടാബ്ലറ്റിൽ തന്നെ പിന്നെയും ഡിവിഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയറിയാം. നമ്മളിവിടെ ടാബ്ലറ്റ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ടാബ്ലറ്റ്സ്. അതിൽ പല ടൈപ്പ് ഉണ്ട്, എക്സ്, വൈ, എക്സ് വീണ്ടും സെഡ്, എക്സ്. അപ്പോൾ ഇതിൽ 3 ടൈപ്പ് ഉണ്ട്. ഒരു എക്സ് ഉണ്ട്, ഒരു വൈ ഉണ്ട്, പിന്നെ ഒരു സെഡ് ഉണ്ട്. പിന്നെ ഇത് 2 റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ 2 റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 2 റേഞ്ചായി. ഒന്ന് ടാബ്ലറ്റ്, ഒന്ന് അതിൻ്റെ ബ്രാൻഡ് നെയിം, 3 ബ്രാൻഡ് നെയിംസിൽ ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന ഓരോ ബ്രാൻഡ് നെയിം വെച്ച് ടാബ്ലറ്റ്സ് എടുത്തിട്ട് അതിൽ ഓരോ ബ്രാൻഡ് നെയിം വെച്ച് എത്ര ഉണ്ടെന്ന് ചോദിക്കുക. അതാണ് മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. 2 കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് ടാബ്ലറ്റ് നോക്കണം, ടാബ്ലറ്റിൽ തന്നെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. അപ്പോൾ ഈ 3ഉം എത്ര വീതം, ഓരോന്നും എത്ര വീതം ഉണ്ടെന്ന്. അപ്പോൾ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ കൊടുത്തു. ഇവിടെ നമ്മൾ കൊടുത്തത് ഒറ്റ ക്രൈറ്റീരിയ ആയിരുന്നു. അവിടെ കൗണ്ട് ഈഫ് റേഞ്ച് ഇട്ടു, ആ ഏതാണോ ക്രൈറ്റീരിയ അതിട്ടു. മൾട്ടിപ്പിൾ ആകുമ്പോൾ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈക്വൽ ടു കൗണ്ട് ഈഫ് എസ് പ്ലൂറലിന് വേണ്ടി. ഇനി ആദ്യം നമ്മൾ റേഞ്ചാണ് സെലക്ട് ചെയ്യുന്നത്, ക്രൈറ്റീരിയ റേഞ്ച്. എവിടെയാണോ ടാബ്ലറ്റ് കിടക്കുന്നത് അതിൽ പോയിട്ട് ആദ്യത്തെ കണ്ടീഷൻ ടാബ്ലറ്റാണ്. എത്ര ടാബ്ലറ്റിന് ചൂസ് ചെയ്യാൻ പറയാം, തിരഞ്ഞെടുക്കാൻ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് E6 തൊട്ട് E36 വരെ സെലക്ട് ചെയ്തു, കോമ ടു. എന്നിട്ട് എന്താണ് നോക്കേണ്ടത്, അതിൽ ടാബ്ലറ്റ് നോക്കണം, കോമ ടു. അടുത്ത റേഞ്ച് കൊടുക്കണം. ഈ നോക്കുന്നത് ഈ ബ്രാൻഡാണ് എക്സ് മോൾ, വൈ മോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കിടക്കുന്ന റേഞ്ച് ഏതാണെന്ന് നോക്കുക. അത് കൊടുക്കുന്ന റേഞ്ച് തൊട്ടടുത്ത റേഞ്ചാണ്, അത് സെലക്ട് ചെയ്യുക. കോമഡ്. ഓരോ സെലക്ഷനും കഴിഞ്ഞാൽ കോമഡണം. കോമിട്ടതിന് ശേഷം ഇനി അതിലെന്താ നോക്കേണ്ടത്, നമുക്ക് ഈ ബ്രാൻഡാണ് നോക്കേണ്ടത്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിൽ എക്സ് മോൾ 3 ഉണ്ട്. ഇവിടെ എടുത്ത ഇത് ആദ്യത്തെ റേഞ്ച് എന്ന് പറയുന്നത് ടാബ്ലറ്റ് കിടക്കുന്ന റേഞ്ചാണ്, അത് E6 to E36 ആണ്. രണ്ടാമത്തത് എന്തായിരുന്നു, രണ്ടാമത്തത് എക്സ് മോൾ കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് F ആയിരുന്നു, F36, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ. എത്ര വേണമെങ്കിൽ കൊടുക്കാം. ഇനി 3 ആക്കാം, 4 ആക്കാം. എത്ര ക്രൈറ്റീരിയ നമ്മളിൽ അവിടെ നിന്ന് കാണുന്നു പറഞ്ഞാൽ ആ ക്രൈറ്റീരിയ മുഴുവൻ കൊടുക്കാം. ഇനി വൈ എത്ര ഉണ്ട് നോക്കണം. വൈ എത്ര ഉണ്ട് നോക്കണമെങ്കിൽ വീണ്ടും ഇതേ ഫോർമുല തന്നെയാണ്. കൗണ്ട് ഈഫ് എസ് E36. ഒന്ന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. എന്താ ചേഞ്ച് വരിക, ടാബ്ലറ്റ്സ് അത് സെയിം തന്നെയാണ്. ഈ വരെയുള്ള ക്രൈറ്റീരിയ കറക്റ്റാണ്. ഇതാണ് മാത്രമേ മാറ്റം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് നോക്കുക. കൗണ്ട് ഈഫ് എസ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ ടാബ്ലറ്റാണ് കാണേണ്ടത്. അപ്പോൾ ടാബ്ലറ്റിൻ്റെ റേഞ്ച് ആദ്യം എടുക്കുക. അതായത് E6 തൊട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, E6 തൊട്ട് E36 വരെ. കോമഡ് എന്താണ് നോക്കേണ്ടത്, ടാബ്ലറ്റ്, കോമഡ്. ഇനി രണ്ടാമത് വൈമോള് നോക്കണം. വൈമോള് നോക്കേണ്ടത് എവിടെയാണ്, F6-ലാണ്. അപ്പോൾ അതായത് ബ്രാൻഡ് കിടക്കുന്നത് ഇതിലാണ്. അപ്പോൾ F6 തൊട്ട് F36 വരെ എന്തിനു നോക്കണം, വൈമോളിന് നോക്കണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എത്ര എന്താ പറ്റിയത്, റേഞ്ച് എടുത്തു നമ്മൾ F6 തൊട്ട് F36 വരെ. എന്താണ് നോക്കണമെന്ന് അതിനോട് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്, വൈമോളാണ് നോക്കേണ്ടത്. അപ്പോൾ അത് ഒരെണ്ണേ ഉള്ളൂ. ഇനി രണ്ടാമത്തേൽ ഇതിലെന്താ വരിക, ഈക്വൽ ടു കൗണ്ട് ഈഫ് എസ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. E6 to E36 M21 വരെ സെലക്ട് ചെയ്യണം ആദ്യം. അപ്പോൾ E6 to E36 ആ പറയുന്ന കോളത്തിൽ എന്ത് നോക്കണം, ടാബ്ലറ്റ് നോക്കണം. അത് കഴിഞ്ഞ് അടുത്ത റേഞ്ച് മോള് കിടക്കുന്നത് അത് അടുത്ത കോളത്തിലാണ്. അപ്പോൾ F6 to F36 എന്താണ് നോക്കേണ്ടത്, സെഡ് മോൾ. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 1. ആകെ ടാബ്ലറ്റ്സ് ഉള്ളത് 5 എണ്ണമായിരുന്നു. അതിൽ 3 എക്സ് മോളും പിന്നെ 2 ഓരോന്ന് വീതം. ഇതാണ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ. എത്ര ക്രൈറ്റീരിയ വേണമെങ്കിൽ നമുക്ക് അവിടുത്തെ അനുസരിച്ച് കോളത്തിൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുലയിൽ ആഡ് ചെയ്ത് പോകാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം റേഞ്ച് എടുക്കുക, ആ റേഞ്ചിൽ ഏതാണ് ക്രൈറ്റീരിയ പറയുക, പിന്നെ അടുത്ത റേഞ്ച് എടുക്കുക, അതിലെ ക്രൈറ്റീരിയ പറയുക. ഇപ്പോൾ അതിൽ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഫോർമുല ഉണ്ടാക്കാം. ഇത് ഓക്കെ, ഈക്വൽ ടു കൗണ്ട് ഈഫ് എസ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ടൂത്ത് പേസ്റ്റ് കിടക്കുന്നത് E എന്ന് പറയുന്ന കോളത്തിലാണ്. E6 E36.
റൈറ്റ്. അവിടെ കിടക്കുന്ന എന്താ വേണ്ടത്? ടൂത്ത് പേസ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ. ഇനി രണ്ടാമത് F6 ആണ് അല്ലേ? ശരിയല്ല, F6 ഈ കോളം 36 വരെ കോമ എടുക്കുക, കോമ ഇടുക. എന്നിട്ട് എന്താണ് നമ്മൾ അതിൽ നോക്കാൻ പോകുന്നത്? F6ൽ MED പേസ്റ്റ് എന്ന് പറയുന്നത്, മെഡിക്കൽ പേസ്റ്റ് 4 ഇത് തന്നെയാണ്. ഇനി ഇതേ ഫോമിൽ തന്നെ നിങ്ങൾക്ക് ഇനി രണ്ടാമത് ടൈപ്പ് ചെയ്യാതെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും, കൗണ്ട് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഒരൊറ്റ കോളം വലിക്കുകയെന്നിരിക്കുക, താഴേക്ക് വലിച്ചാൽ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടാവുക വെച്ചാൽ നമ്മൾ നോക്കുന്ന ഇത് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് സെല്ല് N28 ആണ്. അതിവിടെ ഉണ്ടാവും N28. പക്ഷേ ഇവിടെ റേഞ്ച് നോക്കിക്കുക, റേഞ്ച് മാറിയിട്ടുണ്ടാവും. 6 7 പോയി, നമ്മൾ താഴേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റണം. ഇത് 6 തന്നെ ആവണം, ഈ 36 തന്നെ ആവണം. അതുപോലെ ഇവിടെ F6 തൊട്ടാണ് റേഞ്ച് തുടങ്ങുന്നത്, F36 വരെയാണ്. ഇനി എൻ്റർ ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ റേഞ്ച് എപ്പോഴും മാറാൻ പാടില്ല. എവിടെയാണോ നമ്മൾ നോക്കുന്നത് അവിടുത്തെ റേഞ്ച് കൃത്യമായിരിക്കണം. ഓക്കെ. ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്താലും ഇതുപോലെ കിട്ടും, ആൻസർ കിട്ടും. പക്ഷേ അവിടെ വീണ്ടും നോക്കി അറിയാൻ നിങ്ങൾക്ക് നേരത്തേൽ ഈ 6 ആണ്, ഇവിടെ വരുമ്പോൾ ഈ 7 ആയി. അപ്പോൾ ഈ 7 എന്ന് പറഞ്ഞിട്ട് ഫോമിൽ പിന്നെ ഇത് കൊടുത്താൽ ചിലപ്പോൾ 6 തൊട്ടുള്ളത് കൗണ്ട് ചെയ്യില്ല. ചിലപ്പോൾ 6-ലായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവുക. അപ്പോൾ അതെപ്പോഴും റേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കണം. അപ്പോൾ F6 തൊട്ട് F36 വരെ നമുക്ക് കൗണ്ട് കിട്ടും. ഇനി ഇതേ ഫോമിൽ നമ്മൾ പിന്നെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യാൻ അങ്ങനെ ഈ റൈറ്റ് കോർണറിൽ വെച്ചിട്ട്. ഇനി അതല്ലെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഫോമുല ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴും ഈ രണ്ടും കറക്റ്റ് എടുത്തിട്ടുണ്ടാവും, പക്ഷേ റേഞ്ച് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ റേഞ്ച് മാറാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോപ്പി ചെയ്യുന്നതിന് മുമ്പ് സെല്ല് ലോക്ക് ചെയ്യാമെന്ന് പറയും. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. സെല്ല് ലോക്കിംഗ് എന്ന് വെച്ചാൽ E6 E36 എന്ന് പറയുന്നത് എപ്പോഴും പിന്നെ എക്സലിനുള്ളൊരു ക്വാളിറ്റി എന്താണെങ്കിൽ നമ്മൾ ഒരു ഫോമിൽ, അപ്പോൾ നമുക്ക് 5 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, നമ്മളിതിനെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക, സമ്മ് കണ്ടുപിടിക്കുക. കുറേ വയസ്സ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും എങ്ങനെയാണ് സമ്മ് ചെയ്യാൻ. എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഈ 5ഉം +ഉം 8ഉം കൂടി സമ്മ് ചെയ്താൽ 13 കിട്ടി. ഇവിടെ നമ്മൾ 4ഉം 5ഉം കിട്ടും. ഈ ആൻസർ ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മൾ വീണ്ടും ഇവിടെ ഫോമുല അപ്ലൈ ചെയ്യേണ്ടതില്ല. ഈ ഫോമുല താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ 13ൽ എന്തായിരുന്നു? ഇത് R21 എന്ന് പറയുന്ന സെല്ലാണ്, R21. ഇത് S21 ആണ്. അപ്പോൾ ഈ കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ R21ഉം S21ഉം കൂട്ടിയതാണ്. ഇതിനെ നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ എക്സൽ ഓട്ടോമാറ്റിക്കലി R21 ഇത് 22 എന്ന് പറയുന്ന സെൽ നമ്പറാണ്. ഈ R21 പകരം 22 എടുക്കും, S21 പകരം S22 എടുക്കും. ഇത് നമ്മൾ എത്ര നമ്പർ ഉണ്ടെങ്കിലും വെറുതെ ഡ്രാഗ് ചെയ്ത് പോയാൽ ആൻസർ കിട്ടും. എപ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് താഴേക്ക് പോകുമ്പോൾ സെല്ല് ഈ റോ നമ്പർ മാറിക്കൊണ്ടിരിക്കും. ഇത് എക്സലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി മാറാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സെല്ലുകളെ ലോക്ക് ചെയ്യണം. സെല്ല് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ മാറില്ല. പിന്നെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഈ ഫോമുല എടുക്കുക. ഫോമുലയിൽ നിങ്ങൾക്കറിയാം കൗണ്ട് E6 തൊട്ട് E36 വരെയാണ്. E6 തൊട്ട് E36 വരെയാണ്. അതുപോലെ പിന്നെ അടുത്ത റേഞ്ച് പറയുന്നത് F6 തൊട്ട് F36 വരെയാണ്. ഈ രണ്ട് റേഞ്ചും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ 7ലേക്കും 8ലേക്കൊന്നും പോകരുത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ സെല്ലുകളെ നമ്മൾ ഈ റേഞ്ചിനെ നമ്മൾ ലോക്ക് ചെയ്യും. അങ്ങനെ ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ ഫോമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കൗണ്ട് ഇഫ് എസ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോവുക. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാണ് E6 എന്ന് പറഞ്ഞിട്ട്, E6 F36. ഓക്കെ. ഇനി അതിൽ നോക്കേണ്ടത് സ്കിൻ കെയർ എന്ന് പറയുന്ന ആ സെല്ലാണ്. അടുത്ത റേഞ്ച് F6 F36 അതിൽ നോക്കേണ്ടത് ഇതാണ്. ഓക്കെ, ഇതാണ് ഫോമുല. ഇനി ഇതിൽ ഇനി ഡ്രാഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഇക്കും 6നും ഇടയിൽ വെച്ചിട്ട് കഴ്സർ വെച്ചിട്ട് F4 എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തുക. അല്ലെങ്കിൽ ഇയുടെ മുമ്പ് $സൈൻ ഇടുക, 6ന് മുമ്പ് $സൈൻ ഇടുക.
ഇപ്പോൾ ഈ ലോക്കായി, ഇയും 6ഉം ലോക്കായി. മുമ്പ് ഡോളർ സൈൻ വന്നാൽ ആ കോളം ലോക്കായി, 6 എന്ന് പറയുന്ന റോയും ലോക്കായി. ഇനി എഫിന് മുമ്പ് ഇടുക, ഷിഫ്റ്റ് പിടിച്ച് 4 അമർത്തിയാൽ മതി മുകളിലത്തെ, അതായത് ഡോളർ സൈൻ. ഈ 36ഉം റോ നമ്പറാണ്, അത് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. N33 ലോക്ക് ചെയ്യരുത്, അത് ഈ സ്കിൻ കെയർ ആണ്. റേഞ്ച് മാത്രമേ ലോക്ക് ചെയ്യുന്നുള്ളൂ. F6ൻ്റെ എഫ് ലോക്ക് ചെയ്യണം, 6 ലോക്ക് ചെയ്യണം, റൈറ്റ്. എഫ് ലോക്ക് ചെയ്യണം കോളം, അതുപോലെ റോ നമ്പർ 36 ലോക്ക് ചെയ്യണം, ഡോളർ സൈൻ ഇട്ടത്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിലൊരു ഇ കഴിഞ്ഞിട്ട് എഫ് അടിച്ചു, രണ്ടും E6 തൊട്ട് E36 വരെ, റൈറ്റ്. അപ്പോൾ E6 തൊട്ട് E36 വരെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ കോളം. എന്നിട്ട് അതിൽ N33 ഈ സ്കിൻ കെയർ അന്വേഷിക്കാൻ പറഞ്ഞു, അപ്പോൾ അത് 2 പിന്നെ അതിന് ശേഷം F6 തൊട്ട് F36 വരെ നമ്മൾ ഇത് ആണ് എടുക്കാൻ പറഞ്ഞത്. രണ്ടും കൂടി നോക്കുമ്പോൾ 2 കിട്ടിയത്. ഇനി നമ്മൾ സെല്ല് ഡ്രാഗ് ചെയ്യുമ്പോൾ, താഴേക്ക് വലിക്കുമ്പോൾ കറക്റ്റ് ആൻസേഴ്സ് കിട്ടും. കാരണം ഇവിടെ വരുമ്പോഴും അതിൻ്റെ സെല്ലുകൾ E6 E36 അതുപോലെ നിൽക്കും. ഇവിടെ നമ്മൾ നേരത്തെ ഡ്രാഗ് ചെയ്തപ്പോൾ അത് 7ലേക്ക് പോയിരുന്നു. അത് പോകാതിരിക്കാനാണ് നമ്മളത് ലോക്ക് ചെയ്തത്. അപ്പോൾ അത് സെൽ നമ്പർ എപ്പോഴും E36 അതുപോലെ നിൽക്കും. F6ഉം F36ഉം അതുപോലെ ലോക്ക് ചെയ്ത് നിൽക്കും, ചേഞ്ച് വരില്ല. രണ്ടും നമ്മൾ ലോക്ക് ചെയ്തിട്ടിരിക്കുക. പിന്നെ ആകെ ചേഞ്ച് വരാനുള്ളത് ഇതിന് മുകളിലുണ്ടായിരുന്ന N33 പറഞ്ഞാൽ ഇതാണ്. അത് താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ N34ലേക്ക് തന്നെ മാറും. ഇത് O33 ആയിരുന്നു, അത് ഡ്രാഗ് ചെയ്യുമ്പോൾ O34ലേക്ക് മാറും. കാരണം അതിൽ ഫോമുലയിൽ നമ്മൾ അത് രണ്ടും ലോക്ക് ചെയ്തിട്ടില്ല, അത് രണ്ടും ഓപ്പണാണ്. അതുകൊണ്ട് അത് തന്നെ മാറണം എന്നായാൽ മാത്രമേ നമുക്ക് ഈ 2 കണ്ടീഷൻസ് അവിടെ കിട്ടുള്ളൂ. താഴേക്ക് മുഴുവൻ അതുപോലെ തന്നെ. അപ്പോൾ സെല്ല് ലോക്ക് ചെയ്താൽ റേഞ്ച് സെല്ലുകൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴും ഫോമുലയിൽ ആൻസറിൽ മാറ്റം വരില്ല. അപ്പോൾ അതുകൊണ്ട് റേഞ്ച് മാറ്റം വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കണ്ടീഷൻസ് ഉണ്ടെങ്കിലും സുഖമായിട്ട് സെല്ല് കോപ്പി ചെയ്യുക, ഡ്രാഗ് ചെയ്യുക ചെയ്തിട്ട് പോകാം. ഇപ്പോൾ ഇതിൽ നമ്മൾ സ്കിൻ കെയർ എടുത്തത്. ഇനിയിപ്പോൾ അതിൽ വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്, പക്ഷെ അത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വീണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് അതിൻ്റെ സബ് ഏതൊക്കെയാണ് നോക്കുക, എത്ര ഉണ്ടെന്ന് അറിയാം. ആൻറ്റിബയോട്ടിക് സ്പെല്ലിംഗ് തെറ്റരുത്, സെയിം സ്പെല്ലിംഗ് യൂസ് ചെയ്യണം. ആൻറ്റിബയോട്ടിക് അതിലിപ്പോൾ ഒരെണ്ണം എടുക്കാം, അമീൻ ടി എന്ന് പറഞ്ഞിട്ട്. അത് എത്ര ഉണ്ടെന്ന് നോക്കാം. അമീൻ ടി ഒന്നും ചെയ്യേണ്ട, വെറുതെ ഫോമിലെടുക്കുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, 3 കിട്ടും. കാരണം വെച്ചാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അത് ആക്കിയറിയാം. അത് രണ്ടും ആൻറ്റിബയോട്ടിക്കിൽ ഇങ്ങനെ മാറി. ഓക്കെ, 3 ഉണ്ടെന്ന്. ഇനി അടുത്ത ഏതാണെങ്കിൽ അതും 2 ഇവിടെ ഇട്ടിട്ട് നോക്കിയാലും നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഇതാണ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ കൗണ്ട് ഈ ഫേസ്. ഓക്കെ, അപ്പോൾ ഈ 3 പഠിച്ചു. നമ്മൾ കൗണ്ട് പഠിച്ചു, നമ്പേഴ്സ് ഓൺലി കൗണ്ട് ചെയ്യുക, ടെക്സ്റ്റും നമ്പേഴ്സും കൗണ്ട് ചെയ്യാൻ, കൗണ്ട് ബ്ലാങ്ക് മാത്രം കൗണ്ട് ചെയ്തെടുക്കാൻ, കൗണ്ട് ഇഫ് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള കൗണ്ടാണ് കൗണ്ട് ഇഫ് എസ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ. ഓക്കെ, താങ്ക് യു.